ഹായ് ഫ്രണ്ട്സ്, ഹെസ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇതിൽ കുബൂസ്, ചിക്കൻ കൊണ്ട് കബാബ്, മയോനൈസ് ഇത്രയും വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കുബൂസിനുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പ് കൊണ്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് രണ്ടും കൂടിയിട്ട് ചൂടുള്ള വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇടാം ഗ്ലാസ്സിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് ചെറിയ പൊടി കേട്ടോ, ഈസ്റ്റിൻ്റെ പൊടിയാണത്. അപ്പോൾ അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നന്നായി ചൂടായിട്ടുള്ള വെള്ളം, നല്ല നമ്മൾ കൈയിട്ടാലും ചൂട് സഹിക്കാൻ പറ്റുന്ന ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് നന്നായി അടിച്ചെടുക്കുക. പഞ്ചസാര അലിഞ്ഞ് ഈസ്റ്റും കൂടിയിട്ട് മിക്സായിട്ട് വരണം, അതേപോലെ അടിച്ചെടുക്കുക നന്നായിട്ട്. ആ വെള്ളം കൊണ്ടാണ് കേട്ടോ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ മൈദയും അതേപോലെ ഗോതമ്പ് പൊടിയും എടുത്ത് വെച്ചിട്ടില്ല, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഗോതമ്പും മൈദയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. എല്ലാം ഒരേപോലെ മിക്സായിട്ട് വരുന്നവരെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഈ കൂട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം, പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടില്ല, ആ വെള്ളം ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇത് ഏകദേശം ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴക്കുക. എന്നിട്ടിത് എയർ ടൈറ്റുള്ള ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കാം. നമ്മുടെ ബോൺലെസ് ചിക്കന് 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 8 പച്ചമുളക്, കുറച്ച് സവോള, പിന്നെ മുളക് ചതച്ചത് അത് 3 ടീസ്പൂൺ.
ഇനി ഈ ചിക്കന് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇത്രയും കൂടിയിട്ട് അരച്ചെടുക്കണം. ചിക്കനിലേക്ക് ഇത്രയും ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം മിക്സിയിൽ. വിനാഗിരി ഇല്ലച്ചെങ്കിൽ ലെമൺ ജ്യൂസ് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അരക്കണ സമയത്തും വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരക്കണത്. ഇത് നന്നായി പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ചില്ലി ഫ്ലേക്സും നെയ്യും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, അധികം ഓയിലൊന്നും വേണ്ട. അതിനുശേഷം ചെറിയൊരു ഭൂരിക്ക് എടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഒരു ചെറിയൊരു ഉരുളെടുത്തിട്ട് ഇതുപോലെ ഞാൻ ടീസ്പൂണിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങളൊക്കെ സ്ക്യൂർ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബോളെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം, പൊട്ടിപ്പോവാതെ. അപ്പോൾ അതിനാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്, പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെയും പൊട്ടുണ്ട് വെച്ചെങ്കിൽ തരി വെള്ളം, കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ചെറിയ തീയിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സിമ്മിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം ഇനി അടുത്തതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അടുത്ത കബാബും കൂടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഈസി ആവും കേട്ടോ. തീ സിമ്മിലാക്കാൻ ശ്രദ്ധിക്കുക. ഇത് വേവും വേണം. അപ്പോൾ അതേപോലെ ഇത് കരിഞ്ഞു പോവാതെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റണം. അപ്പോൾ അത് ഒരു സിമ്മിലാക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ കബാബ് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നമുക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. അധികം എരിവൊന്നും ചേർക്കാതെ കൊടുക്കാം കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഇത്. നമ്മുടെ കുബൂസിനും കുഴച്ച് വെച്ച മാവൊന്ന് നോക്കിയത്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് ഓരോ വലിയ ഉരുളകൾ എടുക്കാം. നമ്മളെ കൈവെള്ളയിൽ, ഞാൻ ഈ കൈവെള്ളയിൽ ഒരു ഒതുങ്ങണ പോലത്തെ ഒരു ഉരുളയാണ് എടുക്കുന്നത്. നന്നായി വലിയ ഉരുള തന്നെ വേണം കേട്ടോ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയാലാണ് അത് പൊള്ളച്ച് വരും. ചപ്പാത്തിയുടെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി കനം, ഇത്ര കനം.
ഞാനിവിടെ 2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതുകൊണ്ട് 8 കുബൂസാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരേ ഉരുളെടുത്തിട്ട് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ. പിന്നെ വട്ടം ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ചിലർ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ മുറിച്ച് എടുക്കാം. പിന്നെ വീണ്ടും ബോളാക്കിയിട്ട് പരത്തിയെടുക്കാമെന്ന് മാത്രം. ഇത് ഞാൻ കുറച്ച് വലിയ കുബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കനം കണ്ടില്ലേ, ഇത്രയും ഒരു കട്ടിയിൽ വേണം, നല്ല തിന്നാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നല്ല ചൂടായിട്ട് കിടക്കുന്ന തവയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ കുബൂസ് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊള്ളായിട്ട് വരും. നമ്മൾ ഇട്ട ഭാഗം തന്നെ പൊള്ളായിട്ട് വരും. ആ സമയത്താണ് ഇത് തിരിച്ചിടേണ്ട ആവശ്യമുള്ളൂ. ഈ സമയം നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കബാബ് നല്ല കുക്കായിട്ടുണ്ട്. ചെറിയ തീയിൽ കണ്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ നല്ല കുക്കാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സ്റ്റേജിലായിട്ട് നമ്മൾ മറിച്ചിടുന്നത്. അങ്ങനെ പൊള്ള വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. ഇത് വീണ്ടും പൊള്ളച്ച് പിന്നെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് പൊള്ളപ്പിച്ചിട്ട് എടുക്കണം. ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ കുബൂസ് ഇങ്ങനെ ചുട്ടിട്ട് കാസറോളിലൊന്നും ഇടരുത്. ഇതുപോലെ ടർക്കിയിലേക്ക് മാറ്റാം. കുറച്ചും കൂടിയും കബാബ് ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് ടീസ്പൂണിൻ്റെ മുകളിൽ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കബാബ് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് കുബൂസും പരത്തിയെടുക്കാം. ഇത്രയും കനം വേണം കേട്ടോ. അത് തന്നെ കണ്ടോ. അപ്പോൾ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞാലാണ് ഈ പൊള്ള വരിക. ഇന്ന് കുറച്ച് നന്നായി പൊള്ളച്ച് വരുമ്പോൾ മാത്രമാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ കുബൂസ്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിക്സർ ജാറ് വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പൾസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ അടിച്ച മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
പിന്നെ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി കൂട്ടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ ജ്യൂസ് ഉപയോഗിച്ചാലും മതി. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. ഈ മുട്ട നന്നായി പതഞ്ഞ് നല്ല കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് ഓയിലാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിൽ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി വീണ്ടും മാറ്റി വെച്ച ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കാവാണ്ട് വീണ്ടും മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയോനൈസ് ആയിട്ടുണ്ടല്ലേ, നല്ല ക്രീമി ഇതായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വിളമ്പണ ഒരു ബൗളിലേക്ക് മാറ്റാം. എത്ര തിക്കാണ് നോക്ക്. നല്ല അടിപൊളി മയോനൈസ് റെഡിയായി. അങ്ങനെ നമ്മുടെ കബാബും കുബൂസും മയോനൈസും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.